ഗസയിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കുക എന്നത് ട്രംപിന്റെ വെറും ഫാന്റസി മാത്രമാണ്. ഇത്രയൊക്കെ സഹിച്ചതിനു ശേഷം ഈ മണ്ണ് വിട്ട് ഞങ്ങൾ പോകുമെന്ന് കരുതുന്നുണ്ടോ? ഗസാ മുനമ്പിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ മടങ്ങിയെത്തിയ 2 ലക്ഷം ഫലസ്തീനികളിൽ സഗർ മഗ്ദാദും കുടുംബവും ഉണ്ടായിരുന്നു. രാത്രി ഏറെ വൈകിയാണ് വടക്കൻ ഗസയിലേക്കുള്ള ദുഷ്കരമായ യാത്ര അവർ ആരംഭിക്കുന്നത്. 15 മാസം നീണ്ട ഇസ്രായേൽ ആക്രമണം വെടിനിർത്തലോടെ തെല്ലൊന്ന് ശമിച്ചെന്നറിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് ആ യാത്ര. വടക്കൻ ഗസയിലേക്കുള്ള പ്രവേശന വഴികൾ ഇസ്രായേൽ തുറക്കുന്നതിനും മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ജന്മനാട്ടിലേക്കുള്ള മടക്കയാത്ര അവർ ആരംഭിച്ചിരുന്നു. തെക്ക് ഭാഗത്തുള്ള ഖാൻ യൂനിസ് ഡിസ്പ്ലേസ്മെന്റ് ക്യാമ്പ് ഉപേക്ഷിച്ച് ഭാര്യയ്ക്കും 5ഉം 2ഉം വയസ്സുള്ള പെൺമക്കൾക്കുമൊപ്പം ജന്മനാടായ ബെയ്ത്ത് ഹനൂൻ ലക്ഷ്യമിട്ട് തീരദേശ അൽ റാഷിദ് റോഡിലൂടെ വടക്ക് ദിശയിലേക്ക് നടന്നു. യുദ്ധാനന്തരം കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ച പ്രദേശങ്ങളിലേക്കുള്ള നാടകീയമായ തിരിച്ചുവരവ്. വളരെ ചെറിയ ബാഗുകൾ മാത്രമാണ് കയ്യിൽ കരുതിയിരുന്നത്. ഏകദേശം 20 കിലോമീറ്റർ ദൂരം അവർ താണ്ടിക്കഴിഞ്ഞിരുന്നു. വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയ അൽ ജസീറ മാധ്യമ സംഘത്തോട് തങ്ങളുടെ സന്തോഷം അവർ പങ്കുവെക്കുന്നുണ്ട്. ഞങ്ങൾ വളർന്ന സ്ഥലത്തേക്ക്, ഞങ്ങളുടെ ഓർമ്മകൾ സൂക്ഷിക്കുന്ന ദേശത്തേക്ക് ഞങ്ങൾ മടങ്ങുകയാണ്. അത് നശിപ്പിക്കപ്പെട്ടാലും ഇപ്പോഴും ഞങ്ങളുടേത് തന്നെയാണ്. വടക്ക് ലക്ഷ്യമാക്കി നടന്നു നീങ്ങുന്ന ആയിരക്കണക്കിന് ആളുകളുടെ വികാരമായിരുന്നു സഗർ മഗ്ദാദും പങ്കുവച്ചത്. ഗസയിലെ ഫലസ്തീനികളെ അയൽരാജ്യമായ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും അയക്കാമെന്ന് നിർദ്ദേശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തെ പാടെ തള്ളുന്നതായിരുന്നു ജനങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങൾ. ഈജിപ്തും ജോർദാനും കൂടുതൽ ഫലസ്തീൻ അഭയാർത്ഥികളെ സ്വീകരിക്കണമെന്ന നിലപാട് ട്രംപ് ആവർത്തിക്കുകയാണ്. ഗസാ നിവാസികൾ അക്രമവുമായി ബന്ധമില്ലാത്ത, സുരക്ഷിതമല്ലാത്ത എവിടെയെങ്കിലും താമസിക്കുന്നതാണ് നല്ലതെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ട്രംപിന്റെ ഈ മാറ്റിപ്പാർപ്പിക്കൽ നിർദ്ദേശം. നിങ്ങൾ ഗസാ മുനമ്പിലേക്ക് നോക്കൂ. വർഷങ്ങളായി അത് നരകമായിരുന്നു. ആയിരക്കണക്കിന് വർഷം മുൻപ് തുടങ്ങിയ വിവിധ നാഗരികതകൾ അവിടെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എല്ലായ്പ്പോഴും അക്രമം ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ കൂടുതൽ സുരക്ഷിതവും കൂടുതൽ മികച്ചതും കൂടുതൽ സുഖകരവുമായ പ്രദേശങ്ങളിൽ അവിടെയുള്ളവർക്ക് ജീവിക്കാൻ കഴിയുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഗസാ മുനമ്പിലെ ആളുകളെ സുരക്ഷിതമായ സ്ഥലത്ത് പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് തന്റെ നിർദ്ദേശമെന്നും ഇവിടെ നിന്നുള്ള അഭയാർത്ഥികളെ സ്വീകരിക്കണമെന്നുമാണ് ട്രംപ് ആവശ്യപ്പെട്ടത്. ഈജിപ്ത് കൂടുതൽ ജനങ്ങളെ സ്വീകരിക്കുന്നത് കാണാനാണ് താല്പര്യം. 15 ലക്ഷം ആളുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവരെ മുഴുവൻ പുനരധിവസിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും ട്രംപ് പങ്കുവയ്ക്കുന്നുണ്ട്. ഈ നിലപാട് അർത്ഥമാക്കുന്നത് ദ്വിരാഷ്ട്ര പരിഹാരത്തിൽ വിശ്വസിക്കുന്നില്ല എന്നാണോ എന്ന് ചോദിച്ചപ്പോൾ വ്യക്തമായ മറുപടിയും ട്രംപ് നൽകിയിരുന്നില്ല. നെതന്യാഹു വാഷിംഗ്ടണിൽ വരുമ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുമെന്നായിരുന്നു മറുപടി. ഫലസ്തീനികളെ ഒഴിപ്പിച്ച് ഗസയെ ഇസ്രായേലിന്റെ ഭാഗമാക്കി മാറ്റണമെന്നും ജൂത താമസ സ്ഥലങ്ങൾ സ്ഥാപിക്കണമെന്നുമുള്ള ആവശ്യം മാസങ്ങൾക്ക് മുൻപ് ഇസ്രായേലിലെ ജൂത വലതുപക്ഷ സംഘടനകളാണ് ആദ്യം ഉന്നയിച്ചത്. ഇതിന് പിന്നാലെ അന്താരാഷ്ട്ര തലത്തിൽ വൻ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഫലസ്തീൻ അഭയാർത്ഥികളെ ഏറ്റെടുക്കണമെന്ന ട്രംപിന്റെ ആവശ്യം ജോർദാനും ഈജിപ്തും തള്ളുകയും ചെയ്തു. ഫലസ്തീനികളെ അവരുടെ മണ്ണിൽ നിന്ന് കുടിയിറക്കുന്നതിനെതിരായ തങ്ങളുടെ നിലപാടിൽ മാറ്റമില്ലെന്നും മേഖലയിൽ സമാധാനം കൊണ്ടുവരുന്നതിന് അമേരിക്കയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെന്നും ജോർദാൻ വിദേശകാര്യമന്ത്രി അറിയിക്കുകയും ചെയ്തു. ഫലസ്തീൻ പ്രശ്നം രാഷ്ട്രീയമായാണ് പരിഹരിക്കേണ്ടതെന്നും ഫലസ്തീനികളുടെ ചെറുത്തുനിൽപ്പിനും സ്വന്തം ഭൂമിക്ക് മേലുള്ള അവകാശത്തിനും ഒപ്പമാണ് എല്ലായ്പ്പോഴും തങ്ങളെന്നും ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കിയിരുന്നു. ട്രംപിന്റെ പദ്ധതി നിരസിച്ച് ഹമാസ് നേതൃത്വവും രംഗത്തെത്തി. ഗസയിൽ നിന്ന് ഫലസ്തീനികളെ സ്ഥിരമായി ഒഴിപ്പിക്കാനുള്ള നീക്കമാണ് ഇതെന്നായിരുന്നു ഹമാസിന്റെ ആരോപണം. പുനർനിർമ്മാണത്തിന്റെ മറവിൽ നല്ല ഉദ്ദേശങ്ങളോടെയാണെങ്കിൽ പോലും ഫലസ്തീനികൾ ഇത്തരം ഒരു വാഗ്ദാനവും പരിഹാരവും സ്വീകരിക്കില്ലെന്ന് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ബാസിം നെയ്യും പറഞ്ഞു. ഗസ ഒഴിപ്പിക്കാനാകില്ലെന്ന നിലപാട് ഊട്ടിയുറപ്പിക്കുന്നതാണ് ഫലസ്തീനികളുടെ വാക്കുകളും. തങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ട്രംപിന്റെ പ്രസംഗം ശുദ്ധമായ ഫാന്റസിയാണെന്നായിരുന്നു സഗർ മഗ്ദാദിന്റെ പ്രതികരണം. ഇതെല്ലാം സഹിച്ചു കഴിഞ്ഞതിനു ശേഷം ഇവിടം വിട്ട് തങ്ങൾ പോകുമെന്ന് കരുതുന്നുണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അധിനിവേശത്തിനും അതിന്റെ പിന്തുണക്കാർക്കും ഇതൊരു സന്ദേശമാണ്. ഞങ്ങൾ ഞങ്ങളുടെ ഭൂമി ഉപേക്ഷിക്കില്ല, എന്ത് വില കൊടുത്തും ഇവിടെ തന്നെ തുടരും. ബെയ്ത്ത് ഹനൂനിലേക്കുള്ള യാത്ര പോലെ തന്നെ ഉറച്ചതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളും. ഗസയിലുടനീളമുള്ള ഫലസ്തീനികൾ ട്രംപിന്റെ നിർദ്ദേശത്തെ പാടെ തള്ളിയിരിക്കുകയാണ്. സ്വന്തം നാട്ടിൽ നിന്ന് അവരെ പിഴുതെറിയാനുള്ള നീക്കമായാണ് ജനങ്ങൾ ഇതിനെ കാണുന്നത്. എത്ര ശക്തമായ രാഷ്ട്രീയ പദ്ധതിക്കും ഗസയിലെ ഫലസ്തീനികളെ തടയാനാകില്ല. വടക്കൻ ഗസയിലേക്കുള്ള മടക്കയാത്രയിലെ ഓരോ ചുവടും കുടിയിറക്കത്തിനെതിരായ ചുവടുവെപ്പാണ്. ഇത് ഞങ്ങളുടെ നാടാണ്, ഞങ്ങൾ ഇവിടെ ജനിച്ചു, ഇവിടെ തന്നെ മരിക്കുകയും ചെയ്യും. ഗസ വിടുമോ എന്ന ചോദ്യത്തിന്റെ ആവശ്യം തന്നെയില്ല. ബോംബാക്രമണങ്ങളും കനത്ത നാശങ്ങളും അനുഭവിച്ച അതിജീവിച്ച ജനതയാണവർ. 2023 ഒക്ടോബർ 7 ഗസയിൽ ആരംഭിച്ച ഇസ്രായേലിന്റെ സൈനിക നീക്കം സമാനതകളില്ലാത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. 18,000 കുട്ടികൾ ഉൾപ്പെടെ 46,700-ലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഏകദേശം 1.9 ദശലക്ഷം ആളുകൾ കുടിയിറക്കപ്പെട്ടു. ഗസയിലെ പകുതിയിലധികം കെട്ടിടങ്ങളും തകർന്നിട്ടുണ്ട്. 92% പ്രാഥമിക റോഡുകളും 84% ആരോഗ്യ സൗകര്യങ്ങളും തകർന്നു. എന്നിട്ടും എല്ലാം തിരിച്ചുപിടിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ ഗസയിലേക്ക് മടങ്ങുകയാണവർ. 15 മാസം തുടർച്ചയായ ബോംബാക്രമണം സഹിച്ച് ജന്മനാട് വിട്ടുപോകാൻ വിസമ്മതിച്ച ജനത ഒരിക്കലും നിർബന്ധിത സ്ഥലം മാറ്റത്തിന് സമ്മതിക്കില്ലെന്ന് തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിലെ 76-കാരനായ അബു സുലൈമാൻ സവാര പറഞ്ഞു വെക്കുന്നു. 1948-ലെ നഗ്ബയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോഴും സജീവമായി തുടരുന്നു. അന്ന് പോയവർ പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല. ചരിത്രം ആവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. 1948-ൽ ചരിത്രപരമായ ഫലസ്തീനിന്റെ 78% ഇസ്രായേൽ രൂപീകരിച്ചപ്പോൾ കുറഞ്ഞത് 7,50,000 ഫലസ്തീനികളെ അവരുടെ വീടുകളിൽ നിന്ന് നിർബന്ധിതമായി കുടിയിറക്കത്തിന്റെ ഓർമ്മകൾ ആ മണ്ണിൽ ഇപ്പോഴുമുണ്ട്. എല്ലാ ഫലസ്തീനികളുടെയും ഉള്ളിൽ ആ കനൽ എരിയുന്നുണ്ട്. യുദ്ധകാലത്തും അതിനു മുൻപും ഗസ വിട്ടുപോകാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട് കൂടി അവർ ആ മണ്ണ് വിട്ടുപോകാതിരുന്നതിന്റെ കാരണവും അതുതന്നെയാണ്. അവശിഷ്ടങ്ങൾക്കിടയിൽ ജീവിക്കാനാണെങ്കിലും കീഴടങ്ങുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യില്ലെന്നും പറയുന്നുണ്ട് ഓരോ ഫലസ്തീനിയും.
ഒരു കാലത്ത് ഒലിവ് മരങ്ങൾ നിറഞ്ഞ അബൂ സുലൈമാന്റെ കൃഷിയിടം ഇസ്രായേൽ ആക്രമണത്തിൽ നശിച്ചു കഴിഞ്ഞിരുന്നു. ഏതാനും നാളുകളായി ഭൂമി തിരിച്ചുപിടിക്കാനുള്ള അധ്വാനത്തിലാണ് അദ്ദേഹം. 7000 ചതുരശ്ര മീറ്റർ അവശിഷ്ടങ്ങൾ തന്റെ കൈകൊണ്ടാണ് വെട്ടിമാറ്റിയതെന്ന് പുതുതായി ഉഴുതുമറിച്ച മണ്ണ് ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറഞ്ഞു. അബൂ സുലൈമാനെ സംബന്ധിച്ചിടത്തോളം കൃഷി ഒരു ചെറുത്തുനിൽപ്പാണ്. അവശിഷ്ടങ്ങൾക്കിടയിൽ ജീവിക്കുക എന്നത് ഒരു വെല്ലുവിളിയാണ്. പക്ഷേ ഞങ്ങൾക്കത് ശീലമായി കഴിഞ്ഞു. ട്രംപിന് ചരിത്രമോ യാഥാർത്ഥ്യമോ മനസ്സിലാകാത്തത് കൊണ്ടാണ് മാറ്റിപ്പാർപ്പിക്കാനുള്ള നീക്കങ്ങൾ തുടരുന്നതെന്നും അബൂ സുലൈമാൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാതൃരാജ്യം വിട്ടുപോവുക എന്ന ചിന്ത പോലും ഫലസ്തീനികൾക്കുണ്ടാകില്ല. അതവരുടെ ചരിത്രത്തെയും സ്വത്വത്തെയും വഞ്ചിക്കുന്നതാണ്. മരണം ജീവിതത്തേക്കാൾ അടുത്തെത്തിയപ്പോഴും ആളുകൾ പിടിച്ചു നിന്ന മണ്ണാണിത്. ഫലസ്തീനി സംരക്ഷകരായി പ്രതിരോധത്തിനായി സ്വയം പാകപ്പെട്ടിരിക്കുകയാണ് ആളുകൾ. കഷ്ടപ്പാടുകൾക്കിടയിലും ജന്മനാട്ടിൽ തുടരുന്നതിന്റെ മൂല്യം കുട്ടികൾ പോലും തിരിച്ചറിയുന്നുണ്ട്. യുദ്ധസമയത്ത് ഇസ്രായേൽ പ്രധാനമായും ലക്ഷ്യമിട്ട ഗസ മുനമ്പിൽ സമ്പൂർണ്ണ നാശവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും ഉണ്ടായിരുന്നിട്ടും കുടിയിറക്കപ്പെട്ട ഫലസ്തീനികൾ കൂട്ടത്തോടെ മടങ്ങി വരുന്നത് ഇസ്രായേലിനും അന്താരാഷ്ട്ര പുനരധിവാസ വക്താക്കൾക്കും ഒരു സന്ദേശമാണെന്നും ഫലസ്തീനികൾ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം പദ്ധതികൾക്കായി വാദിക്കുന്നവർ ഫലസ്തീനികൾ ഒരിക്കലും തങ്ങളുടെ ഭൂമി വിട്ടുപോകില്ലെന്ന് അംഗീകരിക്കണം. പകരം അവരുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നതിലും രാഷ്ട്രത്തിലേക്കുള്ള പാതയെ പിന്തുണയ്ക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ഗസയെ വാസയോഗ്യമല്ലാതാക്കുന്നതിൽ ഇസ്രായേൽ വിജയിച്ചു. പക്ഷേ ഫലസ്തീനികളെ അവരുടെ ഭൂമിയിൽ നിന്ന് വേർപെടുത്തുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഈ പോരാട്ടം അതിജീവനത്തിന് വേണ്ടി മാത്രമല്ല, ഒരു ദേശീയ ദൗത്യത്തിന്റെ ഭാഗമാണ്. ഒന്നും ബാക്കിയില്ലാതെ തകർന്നടിഞ്ഞ സ്ഥലങ്ങൾ പോലും പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുമെന്ന് ഗസയിലെ ഫലസ്തീനികൾ വീണ്ടും വീണ്ടും തെളിയിച്ചിട്ടുണ്ട്. അത് തുടരുക തന്നെ ചെയ്യുമെന്ന ആത്മവിശ്വാസം തങ്ങൾക്കുണ്ടെന്നും പറഞ്ഞു വെക്കുന്നു ഓരോ ഫലസ്തീനിയും.